ഇന്ത്യൻ പ്രീമിയർ ലീഗ് വെറുമൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ല ഇത്, മറിച്ച് സ്വപ്നങ്ങളുടെ കളിത്തട്ടമാണ്. തെരുവുകളിൽ ക്രിക്കറ്റ് കളിച്ചു നടന്ന പയ്യന്മാർ ഒറ്റ രാത്രി കൊണ്ട് ലോകമറിയപ്പെടുന്ന സൂപ്പർ താരങ്ങളായി മാറുന്ന മാന്ത്രിക വേദി. ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും ശുഭ്മാൻ ഗില്ലുമൊക്കെ ഈ മണ്ണിൽ നിന്ന് വളർന്നുവന്നവരാണ്. ഇപ്പോൾ 2026-ലേക്കെത്തുമ്പോൾ IPLന്റെ 19-ാം പതിപ്പ് മറ്റൊരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇത്തവണത്തെ ലേലത്തിലും ടീം സെലക്ഷനിലും എല്ലാവരും ഉറ്റുനോക്കിയത് പ്രായം കുറഞ്ഞ പ്രതിഭകളെയാണ്. അതിൽ തന്നെ 20 വയസ്സിൽ താഴെ പ്രായമുള്ള 5 ഇന്ത്യൻ താരങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. ആരാണ് ആ 5 പേർ? എന്താണ് അവരുടെ പ്രത്യേകത? നമുക്ക് വിശദമായി പരിശോധിക്കാം. 1. വൈഭവ് സൂര്യവംശി, രാജസ്ഥാൻ റോയൽസിന്റെ വിസ്മയ ബാലൻ. 14 വയസ്സ്. ആ പ്രായത്തിൽ നമ്മളൊക്കെ എവിടെയായിരുന്നു? സ്കൂൾ മൈതാനങ്ങളിൽ പന്ത് തട്ടി നടന്നിരുന്ന ആ പ്രായത്തിൽ ദാ ഒരു പയ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ലീഗിൽ കോടീശ്വരനായി മാറിയിരിക്കുന്നു. അതാണ് വൈഭവ് സൂര്യവംശി, IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. വെറും 14 വയസ്സും 232 ദിവസവും മാത്രം പ്രായമുള്ളപ്പോഴാണ് വൈഭവ് രാജസ്ഥാൻ റോയൽസിന്റെ കൂടാരത്തിലേക്കെത്തുന്നത്. 1.10 കോടി രൂപ എന്ന വലിയ തുക രാജസ്ഥാൻ ഈ കൊച്ചുമിടുക്കനു വേണ്ടി മുടക്കിയപ്പോൾ പലരും നെറ്റിചുടിച്ചു. പക്ഷേ ബീഹാറിന്റെ മണ്ണിൽ നിന്ന് വളർന്നുവന്ന ഈ ഇടംകയ്യൻ ഓപ്പണർ ഒരു സാധാരണക്കാരനല്ലെന്ന് തെളിയിക്കാൻ അധികം സമയം വേണ്ടിവന്നില്ല. ബാറ്റിംഗിൽ ഒരു പവർ ഹൗസ് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ വൈഭവിനെ വിശേഷിപ്പിക്കുന്നത്. ക്രീസിലെത്തിയാൽ പ്രായം മറന്ന് പന്തുകളെ ബൗണ്ടറിക്ക് പുറത്തെത്തിക്കുന്ന ആ ശൈലി ഏതൊരു ബൌളറെയും ഒന്ന് ഭയപ്പെടുത്തും. നമ്മൾ മറക്കില്ല, കഴിഞ്ഞ IPL സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വൈഭവ് നടത്തിയ ആ പടയോട്ടം. അതികായന്മാരായ ബൌളർമാരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പ്രഹരിച്ചുകൊണ്ട് വൈഭവ് നേടിയ ആ മനോഹരമായ സെഞ്ചുറി ഇപ്പോഴും ആരാധകരുടെ കണ്ണിലുണ്ട്. സഞ്ജു സാംസൺ എന്ന നായകന്റെ കീഴിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് കോമ്പിനേഷനിൽ വൈഭവ് എത്തുമ്പോൾ അത് എതിർ ടീമുകളുടെ തന്ത്രങ്ങളെ തകർത്തെറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ബീഹാറിന്റെ തെരുവുകളിൽ നിന്ന് IPLന്റെ വെള്ളി വെളിച്ചത്തിലേക്കുള്ള വൈഭവിന്റെ യാത്ര ഒരു സിനിമാ കഥയേക്കാൾ ആവേശകരമാണ്. ഇത്തവണയും സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ആ ബാറ്റ് അഗ്നി തുപ്പുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സ്, അനുഭവസമ്പന്നരായ താരങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ടീം എന്ന് പേരുദോഷമുള്ളവർ. എന്നാൽ അതേ CSK ഒരു താരത്തെ തേടിപ്പിടിച്ച് ടീമിലെത്തിച്ചാൽ അയാൾ ഭാവിയിലെ സൂപ്പർ താരമായിരിക്കുമെന്നുറപ്പാണ്. മഹേന്ദ്രസിംഗ് ധോണിയുടെയും ഋതുരാജ് ഗെയ്ക്വാദിന്റെയും കണ്ണിലുടക്കിയ ആ പുതിയ ആയുധത്തിന്റെ പേരാണ് ആയുഷ് മാത്രേ. മുംബൈയുടെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നിന്ന് കണ്ടെടുത്ത 18-കാരനായ വജ്രമാണ് ആയുഷ്. വെടിക്കെട്ട് ബാറ്റിംഗാണ് ആയുഷിന്റെ മുഖമുദ്ര. 30 ലക്ഷം രൂപയ്ക്ക് ചെന്നൈ ഇദ്ദേഹത്തെ നിലനിർത്തിയത് വെറുതെയല്ല. ലേലത്തിനു മുൻപ് നടന്ന CSKയുടെ ട്രയൽസിൽ ബൌളർമാരുടെ പേടി സ്വപ്നമായി മാറിയ ആയുഷിനെ വിട്ടുനൽകാൻ മഹേന്ദ്രസിംഗ് ധോണിക്ക് മനസ്സില്ലായിരുന്നു. ധോണിയുടെ ശിക്ഷണത്തിൽ വളരുന്ന ഒരു താരം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാം. ആ ആത്മവിശ്വാസം ആയുഷിന്റെ ഓരോ ഷോട്ടിലുമുണ്ട്. കഴിഞ്ഞ വർഷം റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ആയുഷ് നടത്തിയ ബാറ്റിംഗ് വിരുന്നൊന്ന് ഓർത്തുനോക്കൂ. വെറും 48 പന്തുകൾ നേരിട്ട ആയുഷ് അടിച്ചുകൂട്ടിയത് 94 റൺസാണ്. സെഞ്ചുറിക്ക് വെറും 6 റൺസ് മാത്രം അകലെ നിൽക്കുമ്പോഴും വലിയ ഷോട്ടിന് മുതിർന്ന ആ 18-കാരന്റെ ധൈര്യമാണ് ആരാധകരെ അമ്പരപ്പിച്ചത്. ഋതുരാജ് ഗേക്വാദിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ആയുഷ് കൂടിയെത്തുമ്പോൾ പവർ പ്ലേ ഓവറുകളിൽ CSKയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു വലിയ കുതിപ്പാണ്. മുംബൈയുടെ തനത് ശൈലിയും ചെന്നൈയുടെ പക്വതയും ഒത്തുചേരുന്ന ആയുഷ് മാത്രേ IPL 2026-ലെ ഏറ്റവും വലിയ സർപ്രൈസ് പാക്കേജായിരിക്കും. വൈഭവിനും ആയുഷിനും ശേഷം നമ്മുടെ പട്ടികയിൽ 3-ാമത്തെ താരം വരുന്നത് ഡൽഹിയുടെ ക്യാമ്പിൽ നിന്നാണ്. വെറുമൊരു ബാർബറിന്റെ മകനായി ജനിച്ച് പ്രതിഭയുടെ കരുത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ നീല ജേഴ്സി അണിഞ്ഞ സഹിൽ പരഖ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുള്ള ഈ 18-കാരൻ ഡൽഹി ടീമിന് നൽകുന്നത് വലിയൊരു ഊർജ്ജമാണ്. എന്തുകൊണ്ടാണ് സഹിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആഭ്യന്തര ക്രിക്കറ്റിലും അണ്ടർ-19 ടൂർണമെന്റുകളിലും സഹിൽ നടത്തിയ പോരാട്ട വീര്യം അത്രമേൽ വലുതാണ്. സാങ്കേതികമായി ഏറെ തികവുള്ള ബാറ്റിംഗ് ശൈലിയാണ് സഹിലിന്റേത്. ഏതു പന്തിനെയും അനായാശം ബൗണ്ടറി കടത്താനുള്ള കഴിവിനൊപ്പം തന്നെ സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ നിൽക്കാനുള്ള പക്വതയും ഈ 18-കാരനെ വേറിട്ട് നിർത്തുന്നു. ഋഷഭ് പന്ത് പോലുള്ള ആക്രമണകാരിയായ നായകന്റെ കീഴിൽ സഹിൽ ബാറ്റിംഗിനിറങ്ങുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ മിഡിൽ ഓർഡർ കൂടുതൽ കരുത്താർജിക്കും. ഡൽഹിയുടെ തനത് ശൈലിയായ ഫിയർലെസ് ക്രിക്കറ്റ് സഹിലിന്റെ ചോരയിലുണ്ട്. ഇത്തവണത്തെ ടൂർണമെന്റിൽ വിക്കറ്റുകൾക്കിടയിൽ ഓടിയും ആകാശത്തുകൂടെ പന്ത് പറത്തിയും സഹിൽ പരഖ് ആരാധകരെ കോരിത്തരിപ്പിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. ബാറ്റർമാരുടെ ഈ വെടിക്കെറ്റിനിടയിൽ ആരെങ്കിലും പന്തിനെ മാന്ത്രികമായി തിരിക്കാനുണ്ടോ? ഇനി 4-ാമത്തെ ആളായി വരുന്നത് RCB ആരാധകരുടെ പുതിയ പ്രതീക്ഷയായ സാത്വിക് ദേസ്വാളാണ്.
ബാറ്റർമാരുടെ പറുദീസയായ IPL-ൽ ഒരു ബൌളർ ശ്രദ്ധിക്കപ്പെടുക എന്നത് പ്രയാസകരമാണ്. എന്നാൽ ഹരിയാനയിൽ നിന്നുള്ള ഈ ഇടംകയ്യൻ സ്പിന്നറെ RCB തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചത് വെറുതെയല്ല. സാത്വികിന്റെ ബൌളിംഗിലെ വേഗതയിലെ വ്യതിയാനങ്ങളും കൃത്യമായ ലൈനും ലെങ്തും ബാറ്റർമാരെ വട്ടം കറക്കാൻ പ്രാപ്തിയുള്ളവയാണ് സാത്വികിന്റെ ബൌളിംഗ് ശൈലി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ചെറിയ ബൗണ്ടറികളെ സാത്വിക് എങ്ങനെ അതിജീവിക്കുമെന്നത് വലിയൊരു ചോദ്യമായിരുന്നു. എന്നാൽ തന്നെ നേരെ പാഞ്ഞടുക്കുന്ന ബാറ്റർമാരെ തന്റെ സ്പിൻ തന്ത്രങ്ങളിൽ കുടുക്കി പുറത്താക്കാൻ സാത്വികിന് പ്രത്യേക കഴിവുണ്ട്. മധ്യ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് വിരാട് കോഹ്ലിയും സംഘവും സാത്വികിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. RCBയുടെ ബൌളിംഗ് നിരയിൽ ഒരു പുതിയ സ്പിൻ ഇതിഹാസത്തിന്റെ ഉദയം ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. കാത്തിരിപ്പുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് നമ്മുടെ ലിസ്റ്റിലെ ഇനി അവസാനത്തെയാൾ എത്തിക്കഴിഞ്ഞു. ലോകം കാതോർത്ത അണ്ടർ-19 വേദിയിൽ നിന്ന് RCBയുടെ പ്ലേയിംഗ് 11ലേക്ക് നേരിട്ട് നടന്നു കയറിയ വിഹാൻ മൽഹോത്ര. വെറുമൊരു ബാറ്റിംഗ് താരമല്ല വിഹാൻ, ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ടർ പാക്കേജാണ് അദ്ദേഹം. അണ്ടർ-19 ലോകകപ്പിലെ വിഹാന്റെ പ്രകടനങ്ങൾ ആരും അത്ര പെട്ടെന്ന് മറക്കില്ല. സിംബാബ്വേക്കെതിരെ നേടിയ ആ മിന്നുന്ന സെഞ്ചുറിയും വിക്കറ്റുകൾ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ പന്ത് കൈയിലെടുത്ത് ബ്രേക്ക് ത്രൂകൾ സമ്മാനിച്ചതും വിഹാന്റെ മൂല്യം ആകാശത്തോളം ഉയർത്തി. ടീമിന് എപ്പോൾ വേണമെങ്കിലും വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ഒരു മാച്ച് വിന്നറാണ് വിഹാൻ. RCBയുടെ തന്ത്രങ്ങളിൽ ഒരു എക്സ് ഫാക്ടറായി മാറാൻ വിഹാൻ മൽഹോത്രയ്ക്ക് സാധിക്കുമെന്ന് നിസ്സംശയം പറയാം. വിഹാന്റെ ഓരോ മൂവിനും വേണ്ടി ഗാലറികൾ ഇത്തവണ ശബ്ദമുഖരിതമാകുമെന്ന് നമുക്കുറപ്പിക്കാം. അതെ, ക്രിക്കറ്റ് ലോകത്തിന്റെ സിരകളിൽ ആവേശം പടർത്തി ഈ 5 കൗമാരപ്രതിഭകൾ വരികയാണ്. വൈഭവ് സൂര്യവംശിയിൽ തുടങ്ങി വിഹാൻ മൽഹോത്രയിൽ അവസാനിക്കുന്ന ഈ യുവനിര IPL 2026ന്റെ ഗതി തന്നെ മാറ്റിയെഴുതേക്കാം. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് ഇവർ ഓരോ ഷോട്ടിലൂടെയും ഓരോ വിക്കറ്റിലൂടെയും തെളിയിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ നാളത്തെ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറിറ്റ് ആരാണ്? സഞ്ജുവിന്റെ രാജസ്ഥാനിലെ വൈഭവാണോ അതോ ധോണിയുടെ ചെന്നൈയിലെ ആയുഷ് മാത്രയോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ കാത്തിരിക്കുക. ഈ 5 താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയാണ്. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് ഇവർ ഓരോ മത്സരത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. IPL 2026ന്റെ ഗ്ലാമറിനിടയിൽ ഈ കൗമാര പ്രതിഭകൾ തങ്ങളുടെ കഴിവ് തെളിയിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിലേക്കുള്ള വാതിൽ തുറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവരിൽ ആരെയാവും ഇത്തവണത്തെ എമേർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കുക? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം.